ഗീതാ ഗോവിന്ദം സീരിയൽ ഷൂട്ടിൻ്റെ കുറച്ച് വിശേഷം നമുക്കൊന്ന് കണ്ടു നോക്കാം. അകത്തേക്ക് നടക്ക്. ഇവിടെ സാമൂഹ്യ വിദ്യ ശല്യം ഉള്ളതാണ്. ആ കാറ് ഇത് ഞാൻ ഗോവിന്ദ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും സുഖമില്ല അതിൻ്റെ ഷൂട്ട് പരിപാടികൾ കാണാൻ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും. അതാ അമ്മ കുത്തുന്നു, വീണ്ടും കുത്തി ചത്ത് നരകത്ത് പോടാന്ന് അമ്മയൊക്കെ പറഞ്ഞു. ദേശീയ അടുത്ത് മൂവിയാടാ, മൂവ് ചെയ്തോ. ഓ ഇനി പറ്റണ പണിക്ക് പോ വരും ബ്രോ. അപ്പം കുറച്ച് അതെ സ്പോഞ്ചിനകത്ത് കയ്യിലിടാൻ മണ്ടമാണ്. വീഡിയോ എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ വളരെ കുറച്ച് പേര് തന്നെയല്ലേ കാണുള്ളൂ. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് അവരെയൊക്കെ കാണാൻ പറ്റുന്നത്. ഞാനെപ്പോഴും ദേവേട്ടനോട് പറയാറുണ്ട്, ദേവേട്ടന് സുഖമല്ലേ, സീരിയലിൽ അഭിനയിച്ചാൽ മതിയല്ലോ, വേറെ എന്താ ഒരു ബുദ്ധിമുട്ടും ഇല്ല, സുഖമല്ലേ ജോലി എന്നൊക്കെ. പക്ഷേ ആക്ച്വലി അവരുടെ ജോലി എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത്. കിളയ്ക്കുന്നത് കണ്ടിട്ട് പണ്ടെങ്ങാണ്ട് പറമ്പിൽ കിളച്ചത് കൊണ്ട് കിളച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ചെയ്യണം. മുന്നേ വേറെ സീരിയലിൽ ഇതേപോലെ തന്നെ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടണ സീൻ, അതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടും പേടി തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവരൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പാഷൻ ആയതുകൊണ്ട് അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇത് കുറേ നേരമായാലും പാവം കിളച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവർ ആ തൊടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരടവാണോ എന്ന് സംശയമുണ്ട്. കൂട്ടത്തിൽ ഷൂട്ടും നടക്കും, തൊടിയും വൃത്തിയാവും. എന്തായാലും ദേവേട്ടൻ കുറേ നേരം അധ്വാനിച്ചിട്ടുണ്ട്.
കരുതി എന്ന് പറയുമ്പോൾ സ്തംഭിച്ചു ഷോക്കായി അപ്പൊ ചേച്ചി ഇതില് തോക്കുന്ന ചുട്ടിക്കണം. അങ്ങനെയല്ല ചെറു അങ്ങോട്ട് അങ്ങോട്ട് രണ്ടുപേരാണ് അങ്ങനെ. ആക്ച്വലി സീരിയൽ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ലാഗാണല്ലേ. അത് അവരൊരു സീൻ എടുക്കാൻ വേണ്ടി എത്ര എഫേർട്ടാണ് ഇടുന്നത്, എത്രയും നേരം കുറേ ആ സീനിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ട്രയലൊക്കെ എടുത്തിട്ടാവില്ലേ ചെയ്യുന്നുണ്ടാവുക. ഏതൊരു മുൻകരുതലും ഇല്ലാതെ കൊലവറി മൂത്ത് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൈയും കെട്ടി വന്നിരിക്കുന്നു. നിങ്ങൾ കരുതിയോ? ചുട്ടുകളു എനിക്ക് മുട്ടിക്കെട്ടോന്ന് വെച്ചത് അനങ്ങി പോയ രണ്ടിനെ ചുട്ട് കളഞ്ഞു. അത് പറഞ്ഞു അവരുടെ റിയാക്ട് ആദ്യം ആ തൂമ്പേടെ ഉള്ളിൽ കിടന്നു വെച്ചോ. ഇപ്പഴത്തെ ലെഫ്റ്റ് ഞാൻ എടുത്തോളാം. തൂമ്പ കുറച്ചുകൂടെ അടുപ്പിച്ച് നിന്നോട് അടുപ്പിച്ച് ഓക്കെ അന്ന് വെച്ച് ചോക്കിന്റെ ചോക്കിലേക്ക് റെഡി. ഒന്ന് കൊണ്ടുവന്നെ ആക്ഷൻ. അനങ്ങിപ്പോയാൽ രണ്ടിനെ ചുട്ട് തള്ളഞ്ഞായി രണ്ടിനെ ചുട്ട് തള്ളു. റിയാക്ട് ചെയ്തിട്ട് നമ്മായിട്ട് താഴെടാൻ വേണ്ടി പോയിക്കടാ. ഏതൊരു മുൻകരുതും ഇല്ലാതെ കൊലവറി മൂത്ത് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈയും കെട്ടി നീ കുഴിയെടുത്ത നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പട്ടി ബോഡി മാന്തി പുറത്തിടും. ആരോഗ്യമില്ലാത്ത പിളുന്തത്തടിയും കൊണ്ട് നടക്കുന്നു. നീയൊക്കെ കുഴിയെടുത്താലേ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പട്ടി ബോഡി മാന്തി പുറത്തിടും. കോപത്തിലൊന്നും നോക്കി ഞാൻ എപ്പോഴും ദേവേട്ടനോട് പരാതി പറയും കേട്ടോ. ഞാൻ ഇതുവരെ ഒരു ഷൂട്ടും കണ്ടിട്ടില്ല, എന്നെ ഇതുവരെ ഒരു ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കൊണ്ടുപോയിട്ടില്ല എന്നല്ല, പോകാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇതുവരെ ഒരു ഷൂട്ടും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ തോന്നി നന്നായി പോവാതിരുന്നത്. അവിടെ ഇരുന്ന് ഉറങ്ങുകയല്ലേ. നിന്നോട് അങ്ങനെ പെരുമാറിയത് പെരുമാറിയത് പ്രീവിയസ് എക്സ്പ്രഷൻ എന്താ? പ്രീവിയസ് പറഞ്ഞിരിക്കുന്നത് എന്താടാ നിനക്കിപ്പോ എന്നെ കൊല്ലണ്ടേ ചേച്ചിയുടെ ക്യൂലാണെങ്കിൽ രാധി ചേച്ചി ലുക്ക് റെഡി. പെരുമാറിയത് ആക്ട് ചെയ്തു ആരോഗ്യമില്ലാതെ. ആരോഗ്യമില്ലാതെ പിടുത്തടി കൊണ്ട് നടക്കുന്നു. നീയൊക്കെ കുഴിയെടുത്തല്ലേ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പട്ടി ബോഡി മാന്തി പുറത്തെടുക്കും. എന്താ ആളുകളെല്ലാം പോലീസ് ടെൻഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി. അപ്പോൾ അവിടെ നിന്ന് മാറ്റി മണ്ണ് മാറ്റി പെട്ടെന്ന് ഇവിടുന്ന് മുഖത്തുനിന്ന് ഫേസ് തുണി മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഒരു പോലീസുകാരൻ പോയി തുണി മാറ്റി കഴിഞ്ഞപ്പോൾ കിഷോർ ഷോക്കായിരുന്നു. റെഡി. ബാക്കിൽ രണ്ട് കൊട നിവർത്തി വെച്ചേ. റെഡി റെഡി. അവിടെ ഈ ഏരിയയിലെ വെള്ളം വേണ്ട. ഈ ഏരിയയിൽ ഇവരെ 2 ഷോട്ടാണ്. ബാക്കി ഇവിടെ നിന്ന് എല്ലാവരും മാറിക്കോ. രണ്ടു ദിവസം ഉണ്ടോ? അതവരെ 2 ദിവസം ഓക്കെ കാണാനില്ലെന്ന് പറഞ്ഞില്ല. അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞു. 2 ദിവസം അമ്പരപ്പ് പരിഭ്രമം
ടെൻഷൻ പരിഭ്രമം ഗോവിന്ദനെ നോക്കാം ഗോവിന്ദൻ ചെറിയ മഴയാക്കി മഴ കൂടി വന്നു മഴ അത്ര വേണ്ട മറ്റവരുടെ കുടമേക്ക് എടുക്കും ടെൻഷൻ കൊടുത്താ ബീച്ചെടുത്താൽ മതി ചെറിയ മഴ മതി ബാക്കിൽ മാത്രം കൊടുത്താൽ മതി ടെൻഷൻ കൊടുത്തു അമ്പരപ്പ് പറഞ്ഞ തുണി മാറ്റാൻ പറഞ്ഞ ഫേസിൽ നിന്ന് ഇങ്ങനെ നോക്കാം ഇവിടെയാണ് ഫേസ് എന്താ ലുക്ക് അന്ത സൈഡ് അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് ഒരു പോലീസുകാരൻ വന്ന് ചെറിയ മഴയാക്കട്ടെ ചെറിയ മഴ മറ്റേതായിട്ട് അടിക്കും ആക്ഷൻ ടെൻഷൻ ഗീതനെ பார்க்கலாம் ഗീത അപ്പുറത്ത് എന്നാ சொல்லுது കണ്ണേട്ടൻ പറഞ്ഞോ സംഭവിച്ചു അതെന്റെ അച്ഛനല്ല സ്മെല്ല് വരുന്നുണ്ട് മൂക്ക് പൊത്തിക്കോ സ്മെല്ല് വരുന്നു സ്മെല്ല് സ്മെല്ല് വരുന്നുണ്ട്